പേപ്പർ ക്യാൻവാസ് അല്ലെങ്കിൽ പേപ്പർ ഷീറ്റ് എന്നൊക്കെ ഇതിനെ പറയും. ഇത് എൻ്റെ കുറച്ച് നാളായിട്ട് ഇത് ഇരിക്കണത് കൊണ്ടാണ് ഇതിനിങ്ങനെ കളറ്. ഇതിന് രണ്ട് വശമുണ്ട്. ഈ ഭാഗം മെഴുകു പോലെ ചെറിയ ഷൈനിങ് ഉള്ള പോലെ വരും, മറ്റത് സാധാ രീതിയിൽ. അപ്പൊ നമുക്ക് സാധാ ഭാഗത്ത് വേണം വരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു പീസ് പേപ്പർ ക്യാൻവാസിൽ പേപ്പർ ഷീറ്റിങ്ങിന് എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് വരയ്ക്കാം. ഇതിൽ നമുക്ക് പേന കൊണ്ടായാലും നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് അടയാളപ്പെടുത്തണമല്ലോ. നമുക്കിവിടെ വന്നേക്കുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്ത് നമുക്ക് 6 ഇഞ്ചാണ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇത് നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്തി. മുകളിൽ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള ഒരു 1/2 ഇഞ്ചും കൂടി ഞാനിവിടെ അടയാളപ്പെടുത്താണ്. പിന്നെ നെക്ക് വെടുത്ത് വന്നിരിക്കുന്നത് 2.6 ആണ്. 2.6 അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. തയ്യൽ തുമ്പല്ല, 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇവിടെയും ഞാൻ 2.6 അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ആദ്യം വരച്ചേക്കണ 2.6 നെക്ക് വെടുത്ത് ഞാൻ ആദ്യം കൂട്ടി വരച്ചു. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ഞാനിങ്ങനെ വരച്ചെടുത്തു. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കീ ഹോളാണ് അടയാളപ്പെടുത്തണേന്ന് പറഞ്ഞില്ല. അത് ജസ്റ്റ് ഇവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഈ 1/2 ഇഞ്ച് അളവ് പ്രകാരമാണ് നമ്മൾ തുണിയിലേക്ക് നമ്മൾ നെക്ക് വെടുത്ത് കറക്റ്റ് ആയിട്ട് വെച്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ വരച്ചെടുക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇവിടെ നിങ്ങളുടെ 1 ഇഞ്ച് അടയാളപ്പെടുത്താം. അതായത് ഇവിടുന്ന് താഴേന്ന് മേലോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 1 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ വേണം നമ്മൾ വരച്ച് നിർത്താനായിട്ട് ചെറിയൊരു ഡിസൈൻ പോലെ. ഇത് ഇങ്ങനെ ആണ് കൊണ്ടുവരും. ഒന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 6 ഇഞ്ച് കഴിഞ്ഞിട്ടായാലും താഴേക്ക് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് കൊടുക്കണേ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചെറിയൊരു വര വരയ്ക്കാം. വരച്ചിട്ട് ഫ്രഞ്ച് കേർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു കേർവ് കൊടുക്കാം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ സ്ക്വയർ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാൻ ഇനി ഇതിനെ ചെറിയൊരു കേർവ് കൊടുക്കാണ്. അതായത് മേലേന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിങ്ങളുടെ ചെറിയൊരു കേർവോട് കൂടി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടാ ഇങ്ങനെ ഒരു കീ ഹോള് നെക്കാണ് ഞാനിപ്പോ കൊടുക്കുന്നത്. ഈ അടയാളപ്പെടുത്തേക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് താഴേക്ക് ഇറക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ അത് ഇട്ട് ചെയ്തെടുക്കുമ്പോ നമ്മൾ രണ്ടാമത് വരച്ചേക്കണ വരയില്ലേ, ആ വരയിൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മുടെ 1/2 ഇഞ്ചാണ്. ഷോൾഡറും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. അത് വിട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് സെന്റർ എവിടെയാന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയാണ് ആ 1/2 ഇഞ്ച് അവിടെ ഇങ്ങനെ ബാലൻസ് പോലെ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് നെക്ക് കിട്ടാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അടുത്തത് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തതിന്റെ പോലെ തന്നെ നമ്മൾ ബാലൻസ് ഉള്ള തുണി, ലൈനിങ് തുണിന്ന് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു പീസും കൂടി എടുത്തു. നമുക്കിതൊന്നെങ്കിൽ അയൺ ചെയ്ത് നമുക്ക് ഈ ലൈനിങ് തുണിയിലേക്ക് ഇത് ഫിക്സ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താലും മതി. അങ്ങനെ ഞാൻ ഇത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രം ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ നെക്കിന്റെ ഡിസൈനിൽ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്.
വേണം നമ്മള് നെക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. എന്താ കറക്റ്റ് സെന്റർ ആയിട്ട് തന്നെ ഒപ്പത്തിനൊപ്പം വെക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഓരോ പിൻ കുത്തി കൊടുക്കാം. ഞാനിപ്പോ രണ്ട് സൈഡിലും ഓരോ പിൻ കുത്തി കൊടുത്തു. അതുപോലെ തന്നെ താഴ്ഭാഗത്തും കുത്തി കൊടുക്കാണ്. പേപ്പർ ക്യാൻവാസ് ഇല്ല, അതൊന്നും കൊള്ളാണ്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും പതുക്കെ വേണം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ നെക്ക് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ചെരിച്ച് ഈ പേപ്പർ ഷീറ്റിൽ കൊള്ളാത്ത രീതിയിൽ നമുക്കിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ഈ അരിക് നമ്മള് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, അത് വിട്ടുപോയി. നമുക്ക് അത് ആദ്യം ചെയ്യാം. ഒന്നെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഹെമ്മിങ് ചെയ്യാം. ഇതിന്റെ അവിടെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പൊ ഹെമ്മിങ് ചെയ്യാൻ ഇപ്പൊ ഇതിൽ നേരില്ലാത്തത് കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം.